നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാർമുകിലിന് ഗദ്യത്തിൽ ഒരു അർച്ചനാഗീതം എന്ന പാഠമാണല്ലോ പഠിച്ചത്. ഇന്ന് നമുക്ക് ആ പാഠത്തിന്റെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: സാഹിത്യകാരന്മാർ മേഘത്തെ വിവിധ തരത്തിൽ കൽപ്പന ചെയ്തിട്ടുണ്ട്, അവ കണ്ടെത്തി എഴുതുക. ഈ പാഠത്തിൽ ലേഖകൻ അത് വ്യക്തമായിട്ട് നമുക്ക് നൽകുന്നുണ്ട്. വേഴ്സ്വർത്തിന്റെ കൽപ്പന മേഘത്തെ പോലെ ഏകാഗിയാണ് താനെന്നായിരുന്നു. വില്യം ബ്ലേക്കിന് മേഘം ദൈവത്തിന്റെ തേര് ആയിരുന്നു. പെട്ടെന്ന് കാണപ്പെടുകയും ക്ഷണത്തിൽ തിരോഭവിക്കുകയും ചെയ്യുന്ന മേഘം യേറ്റ്സിന് ഫലപ്രദമല്ലാത്ത തത്വമായിരുന്നു. ചില കവികൾക്ക് മേഘങ്ങൾ സർവശക്തന്റെ തൂണുകളാണ്. ചിലർക്കാകട്ടെ മേഘം സ്രഷ്ടാവിന്റെ ഇരുണ്ട തേരാണ്. ലേഖകനാകട്ടെ പ്രഭാതത്തിലെ കാർമുകിൽ ആകാശത്ത് കറുത്ത സിംഹം പോലെയാണ്. ചിലപ്പോൾ മേഘങ്ങൾ നീലക്കാർ പർവ്വതമാണ്. നിദ്രയ്ക്ക് കാർമുകിലിന്റെ നിറമാണെന്നും ലേഖകൻ പറയുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മേഘങ്ങൾ യഹോവയുടെ രഥമാണെന്ന് പറയുന്നു. ബൈബിളിലെ മേഘസംബന്ധിയായ മറ്റ് എന്തെല്ലാം കൽപ്പനകൾ പാഠഭാഗത്തുണ്ട്, കണ്ടെത്തി എഴുതുക. ബൈബിളിൽ മേഘത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. നമ്മൾ പാഠത്തിൽ അത് പഠിച്ചതാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. മേഘങ്ങൾ ആകാശത്ത് പെട്ടെന്ന് കാണപ്പെടുകയും അതിവേഗം തിരോഭവിക്കുകയും ചെയ്യുന്നു എന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. മേഘം അനിത്യതയുടെ പ്രതീകമാണ്, അത് നിത്യമല്ല. ചില സന്ദർഭത്തിൽ മേഘങ്ങളെ കഷ്ടതയുടെയും അതുപോലെ വാർദ്ധക്യത്തിന്റെയും അടയാളമായിട്ട് കാണുന്നുണ്ട്. മേഘങ്ങളിൽ മഴവെള്ളം നിറച്ചു വച്ചിരിക്കുന്നതായി പറയുന്നു. യോബിന്റെ പുസ്തകത്തിലാണ് അങ്ങനെ പറയുന്നത്. ഔന്നിത്യത്തിന്റെ അടയാളമായും ചില സന്ദർഭങ്ങളിൽ സമുദ്രത്തിന്റെ വസ്ത്രങ്ങളായും മേഘങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു. ടെക്സ്റ്റില് വ്യക്തമായിട്ട് ഇത് പറയുന്നുണ്ട്. കൂടാതെ മേഘങ്ങൾ യഹോവയുടെ രഥമാണെന്ന് പറയുന്നു. മിശിഹായും അവന്റെ ഭക്തന്മാരും മേഘത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന കൽപ്പനയും ബൈബിളിൽ കാണാം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മേഘത്തെക്കുറിച്ച് ലേഖകന്റെ നിരീക്ഷണങ്ങളിൽ നിങ്ങളെ ഏറ്റവും ആകർഷിച്ചവ ഏതെല്ലാം, എന്തുകൊണ്ട്? മേഘത്തെക്കുറിച്ച് ലേഖകൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നും എടുത്ത പല പല വാക്യങ്ങൾ, പദങ്ങൾ. അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമായവ ഏതാണെന്ന് നോക്കാം. ലേഖകൻ പറയുന്നു, മഴയേക്കാൾ ഇഷ്ടം അദ്ദേഹത്തിന് കാർമുകിലാണ്. പെയ്യുന്ന മഴയേക്കാൾ പെയ്യാൻ വിതുമ്പി നിൽക്കുന്ന കാർമേഘങ്ങളാണ് ഇഷ്ടം. പ്രവാഹസന്നദ്ധമായി നിൽക്കുന്ന കാർമേഘം പ്രവാഹസന്നദ്ധമായി നിൽക്കുന്ന മനസ്സുപോലെയാണ്. പ്രവാഹസന്നദ്ധമായി നിൽക്കുന്ന കവിത പോലെയാണ്. പ്രവാഹസന്നദ്ധമായി നിൽക്കുന്ന ആശയങ്ങൾ പോലെയാണ്. മഴക്കാറിനെ നോക്കി നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു തരം ഉണർവ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ആശയ സമൃദ്ധി ഉണ്ടാക്കാറുണ്ട്. അത് പ്രചോദനത്തിന്റെ നീലക്കാറാണെന്നും പറയുന്നു. പ്രഭാതത്തിൽ അദ്ദേഹം കാർമുകിലിനെ കൂടുതൽ സൗന്ദര്യത്തോടെ കാണുന്നു. അത് ആകാശത്തിൽ കറുത്ത സിംഹം പോലെ നിൽക്കുന്നതായും ചെറിയ ചെറിയ കൊടുമുടികളായി പ്രത്യക്ഷപ്പെടുന്നതായും അങ്ങനെയുള്ള ഒരു നീലക്കാർ പർവ്വതമായി മാറുന്നതായും അദ്ദേഹം പറയുന്നു. കൂടാതെ നിദ്രയുടെ നിറം കാർമുകിലിൻ്റെതാണെന്ന് കൂടി അദ്ദേഹം ഭാവന ചെയ്യുന്നുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നല്ല എളുപ്പമാണ് ഇതിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ. പെയ്യാൻ വിതുമ്പി നിൽക്കുന്ന കാർമേഘങ്ങൾ. ഇതുപോലെ പാഠഭാഗത്തുള്ള സവിശേഷ പ്രയോഗങ്ങൾ കണ്ടെത്തി എഴുതുക. പെയ്യാൻ വിതുമ്പി നിൽക്കുന്ന കാർമേഘങ്ങൾ അതുപോലെ ഉണ്ട്. പ്രവാഹസന്നദ്ധരായി നിൽക്കുന്ന കവിത പോലെ. ആകാശത്തിൽ കറുത്ത സിംഹം പോലെ. ചെറിയ ചെറിയ കൊടുമുടികളായി പ്രത്യക്ഷപ്പെടുന്ന നീലക്കാർ പർവ്വതം.
മേഘങ്ങൾ സർവശക്തന്റെ തൂണുകളാണ്. മേഘം ഘനീഭവിച്ച മഴയാണ്. ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കുന്ന ഘനീഭവിച്ച അനുഗ്രഹമാണ്. കത്തിജ്വലിക്കുന്ന സൂര്യനെതിരെയുള്ള ജീവജാലങ്ങളുടെ രക്ഷാ കവചമാണ്. ഇങ്ങനെയുള്ള പദങ്ങൾ. നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പ്രവാഹസന്നദ്ധമായി നിൽക്കുന്ന കാർമേഘം പ്രവാഹസന്നദ്ധമായി നിൽക്കുന്ന മനസ്സ് പോലെയാണ്. പ്രവാഹസന്നദ്ധമായി നിൽക്കുന്ന കവിത പോലെയാണ്. പ്രവാഹസന്നദ്ധമായി നിൽക്കുന്ന ആശയങ്ങൾ പോലെയാണ്. ലേഖനത്തിലെ ഈ ഭാഗത്തെ ആകർഷകമാക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം? വിശകലനം ചെയ്ത് ഒരു കുറിപ്പാക്കുക. ഉത്തരം ശ്രദ്ധിക്കുക. ഇവിടെ ഈ വരികൾക്കൊരു പ്രത്യേകതയുണ്ട്. പദങ്ങൾ ആവർത്തിച്ചു വന്നിരിക്കുന്നു, അല്ലെ? പ്രവാഹസന്നദ്ധമായി ഇങ്ങനെ ആവർത്തിച്ച് വന്നിരിക്കുന്നു. അങ്ങനെ പദങ്ങളുടെ ആവർത്തനം സന്ദർഭത്തിന് ഒരു സവിശേഷ സൗന്ദര്യം നൽകുന്നുണ്ട്. ഇത്തരം ആവർത്തന പദപ്രയോഗങ്ങൾ ആശയത്തിന് തീവ്രത നൽകുന്നു. ഏതു സമയത്തും പെയ്തേക്കാവുന്ന മഴയുടെ ശക്തിയും ഇരമ്പലും കുളിർമയും നമുക്ക് ഈ വരികളിൽ കാണാം, ഈ വാക്കുകളിൽ കാണാം. പെയ്യാൻ നിൽക്കുന്ന കാർമേഘം പ്രവഹിക്കാൻ തയ്യാറായി നിൽക്കുന്ന മനസ്സും കവിതയും പോലെയാണ്. മേഘങ്ങളാകട്ടെ പെയ്തൊഴിയാൻ നിൽക്കുകയാണ്. മേഘങ്ങളിൽ നിന്നും മഴ പെയ്യുന്നത് പോലെ ലേഖകന്റെ തൂലികയിൽ നിന്നും പുതിയ പുതിയ കൽപ്പനകൾ, ആശയങ്ങൾ പുറത്തേക്ക് വരുന്നു. പാഠം, അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രദ്ധയോടെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ചോദ്യോത്തരങ്ങളൊന്ന് കേട്ടിരുന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്തരങ്ങൾ എഴുതാനും നല്ല പാഠത്തിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നന്നായിട്ട് എഴുതാനും അതിനുള്ള മാർക്ക് വാങ്ങിക്കാനും സാധിക്കും. ഉറപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് ഇവിടെ വെച്ച് നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ